ഗൈസ്, എന്താണ് അവഞ്ചേഴ്സ് ഡൂംസ്ഡേ ഡിലേ ചെയ്തതിനുള്ള ആക്ച്വൽ റീസൺ നിങ്ങൾക്കറിയാമോ? ഒരുപാട് കാരണങ്ങളുണ്ട്. ആദ്യത്തേത്, ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഫുള്ളി ഫിനിഷ് ആയിട്ടില്ല. ഇത് ഷൂട്ടിംഗ് തുടങ്ങി, എന്നാലും ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഫിനിഷ് ആയിട്ടില്ല. പിന്നെ ഇതിൻ്റെ എൻ്റയർ കാസ്റ്റിനെ ഇവർ ഫൈനലൈസ് ചെയ്തിട്ടില്ല. നമ്മൾ കണ്ട കാസ്റ്റ് അല്ല, നമ്മുടെ അടുത്ത് അനൗൺസ് ചെയ്ത കാസ്റ്റ് മാത്രമല്ല ഈ സിനിമയുള്ളത്. ഇത് കൂടാണ്ട് കുറേയധികം കാസ്റ്റ് ഉണ്ട്. പിന്നെ ടോം ഹോളണ്ടിൻ്റെ ഡേറ്റ് ഭയങ്കര ഒരു സംഭവമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോം ഹോളണ്ട് ഈ ഒരു സിനിമയിൽ നല്ലൊരു റോളുണ്ട്. പുള്ളി ഇപ്പം ഈ പറയുന്ന ദ ഓഡിസിയുടെ ഷൂട്ടിംഗ് ഇറങ്ങുകയാണ്. അതേപോലെ തന്നെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്യാറായി. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് വേണം ഈ ഒരു സിനിമ ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പം ടോം ഹോളണ്ടിൻ്റെ ഡേറ്റ് ഭയങ്കര ഒരു ക്രൈസിസിൽ ഇരിക്കുകയാണ് ഇപ്പം. അതാണ് ഈ സിനിമയിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളത്. പിന്നെ ഈ പറയുന്നത് പോലെ റയൻ ഗോസ്ലിങ്ങുമായിട്ടുള്ള എഗ്രിമെൻറ്റ് ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ല. ആ ഒരു ഗോസ്റ്റ് റൈഡറിനുള്ള ക്യാരക്ടറിന് വേണ്ടിയിട്ട് അത് അവർ ഫിക്സ് ചെയ്തിട്ട് അതിന് സംസാരങ്ങൾ നടക്കുന്നേ ഉള്ളൂ. പിന്നെ കുറേ അധികം ഈ പറയുന്ന ഹോളിവുഡിൽ നമ്മൾ കണ്ടിട്ടുള്ള മെയിൻ ആക്ടേഴ്സിനെ ഇവർ ഈ ഒരു സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ മില്ലി ബോബി ബ്രൗണ്, പിന്നെ ബെല്ല റാംസെ, ഇവരെയൊക്കെ ഇവർ കാസ്റ്റ് ചെയ്യുന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. ഇത് ഫൈനലൈസ് ആയില്ല. നമ്മൾ ഇതുവരെ കണ്ട സിനിമകളിൽ ഏറ്റവും വലിയ കാസ്റ്റിംഗ് നടക്കാൻ പോകുന്ന സിനിമയായിരിക്കും ഡൂംസ്ഡേ. അതുകൊണ്ടാണ് ഈ സിനിമയുടെ ഒരു ലാഗ് വരുന്നതും ഈ പറയുന്ന പോലെ ഡിലേ ആവുന്നതും ഈ പറയുന്ന ഡേറ്റ് ക്ലാഷ് ഒക്കെ കൊണ്ടാണ് എന്നാണ് ഇപ്പോഴത്തെ ഒരു ഇനീഷ്യൽ റിപ്പോർട്ടുകൾ കാണുന്നത്. എന്താണ് സംഭവം, എങ്ങനെയാകും എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. എന്തായാലും 2026 ഡിസംബർ 18 റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം.